സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇസബെല്ലയും കെവിനും അരുന്ധതിയും കൂടാതെ വേറൊരു ശത്രുവും കൂടി ചന്ദ്രോത്തുകാർക്ക് വരുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഋഷിയെ കാണാതായതിന് അരുന്ധതി ഇസബെല്ലയോടും കെവിനോടും വളരെ ദേഷ്യത്തിൽ തന്നെ പെരുമാറുന്നുണ്ട്. ആ സമയത്ത് ഇസബെല്ലയും കെവിനും അരുന്ധതിയോട് പറയുന്നുണ്ട്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മേഡമെന്ന്. പിന്നീട് നമ്മളുടെ DYSP കുരുവിളിയാണെങ്കിൽ ഇസബെല്ലയോട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാം മതിയാക്കാൻ. അവനൊരു ഭാര്യയുണ്ട്, ആ കുടുംബത്തിലേക്ക് നീ ഇടിച്ചു കയറി ചെന്നത്, അതൊന്നും ശരിയായ നടപടിയല്ല എന്ന് പറയുമ്പോൾ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, പാപ്പനെന്താ എന്നെ കുറ്റപ്പെടുത്തുവാണോ, ഞാനാണോ എല്ലാത്തിനും കാരണം എന്ന് ചോദിക്കുമ്പം പിന്നെ അല്ലാതെ കോളേജിൽ വെച്ചൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് പിന്നെ കഴിഞ്ഞു. പിന്നീട് അവൻ വിവാഹം കഴിച്ചൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പം അതിലോട്ട് ചെന്ന് കയറേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ, നീ കാരണം ഈ പ്രശ്നങ്ങൾ മുഴുക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, പാപ്പനിങ്ങനെ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ. അന്നേരം കുരുവിള പറയുന്നുണ്ട്, നിന്നോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഇതുവരെ നിനക്ക് സപ്പോർട്ടായിട്ട് നിന്നത്. നീ ചെയ്യുന്നതെല്ലാം തെറ്റു തന്നെയായിരുന്നു. ദേവികയും നന്ദനും സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതല്ലേ. അതിൻ്റെ ഇടയിലേക്ക് നീ കയറി ചെന്നിങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ. ഇപ്പോൾ ഋഷിയെയും കാണാനില്ല, നന്ദനെയും കാണാനില്ല. ഇവരെ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് പോയത് ആരാന്ന് ആർക്കും അറിയില്ല. ഋഷി എയർപോർട്ടിലേക്ക് പോയതാ, CP ആണെങ്കിൽ എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയും ചെയ്തു. പിന്നീട് ഋഷി എതിലേ പോയിന്ന് അറിയില്ല. അതുപോലെ തന്നെയാണ് നന്ദൻ്റെയും കാര്യം. നന്ദൻ ചന്ദ്രോത്ത് കിടന്നുറങ്ങിയതാ, നേരം വെളുത്തപ്പോൾ നന്ദനെ കാണാനില്ല. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കേണ്ട നന്ദനെ ഋഷിയെ കടത്തിക്കൊണ്ട് പോയവരോ അത് ചെയ്തിരിക്കണേ. ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട്, പാപ്പൻ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തണേ, പാപ്പനൊന്ന് സമാധാനമായിട്ട് ചിന്തിക്ക്, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഒരു വഴിയും കിട്ടാൻ പോണില്ല. ഇനിയിപ്പോൾ കേസ് കൂടുതൽ രൂക്ഷമാവുള്ളൂ. അരുന്ധതിയും കൂടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെടുമെന്ന്. അന്നേരം ഇസബെല്ല പറയുന്നുണ്ട്, അതിന് ഞങ്ങൾ ഇതിന് മാത്രം വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഒരു വഞ്ചനാ കുറ്റത്തിൻ്റെ കേസല്ലേ ഞങ്ങൾക്കെതിരെ വരുള്ളൂ. അതേസമയം അരുന്ധതി മേഡത്തിനും ഋഷിക്കും എതിരെ വലിയ കേസ് വരാൻ പോണേന്ന് പറയുമ്പോൾ കുരുവിള പറയുന്നുണ്ട്, ഏത് കേസ് വന്നാലും നമ്മളെല്ലാവരും പെടും, മിക്കവാറും എൻ്റെ ജോലി പോകാനും സാധ്യതയുണ്ട്. കാരണം നന്ദനെ ആ വീഡിയോ കാണിച്ചു കൊടുത്ത് കൊന്നു വിശ്വസിപ്പിച്ചത് ഞാനല്ലേ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ വരുമെന്ന് കണ്ടറിയണമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും സിദ്ധാർത്ഥനെയും ഹരിയങ്കളിനെയും എല്ലാവരുടെയാണ്. അവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രജനി വന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അനിയനെ കിട്ടണം, എൻ്റെ അനിയനെ ഇവിടെ എത്തിക്കണം. നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ അനിയനെ ഇവിടുന്ന് മാറ്റിയതല്ലേ. ആദ്യം ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടു, പിന്നീട് പറഞ്ഞു നന്ദൻ സുരക്ഷിതനാണ്, ഇപ്പോൾ പറയണു നന്ദനെ വേറെ ആരോ തട്ടിക്കൊണ്ടുപോയിന്ന്. ഇതെന്താ നന്ദൻ വലിയ കളിപ്പാട്ടാണോ എല്ലാവരും ഇങ്ങനെ മാറി മാറി തട്ടിക്കൊണ്ടുപോകാൻ. ആ സമയത്ത് ഹരിയങ്കൾ പറയുന്നുണ്ട്, മോളെ രജനി നീ എന്തൊക്കെയാ ഈ പറയണത്, ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ല, നന്ദന് എന്തൊക്കെയോ സംഭവിച്ചോ എന്ന് പറയുമ്പം പിന്നെ നിങ്ങൾ ചെയ്യാതെയാണോ, നന്ദൻ ഇവിടെ കിടന്നുറങ്ങിയതല്ലേ, നന്ദൻ ഇവിടെ തന്നെ കിടന്നോളൂലായിരുന്നോ, നിങ്ങൾ എന്തിനാ നന്ദനെ ഇവിടുന്ന് മാറ്റിയത്. ഇനിയിപ്പോൾ ഋഷിയെ കൊന്ന കേസിന് ജയിലിൽ പോയാലും കുഴപ്പമില്ലായിരുന്നല്ലോ, ഇതിപ്പോൾ എൻ്റെ അനിയൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുമ്പോൾ ഹരിയങ്കൾ പറയുന്നുണ്ട്, മോള് സമാധാനപ്പെടുക, ഈ സമയത്ത് മോളിങ്ങനെ ടെൻഷനാവുന്നത് നല്ലതിനല്ലാന്ന്. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, പിന്നെ ഞാൻ ടെൻഷനാവാതെ എന്ത് ചെയ്യണമെന്ന് അങ്കിള് പറയണത്, എൻ്റെ അനിയനെ കാണാതായിട്ട് എത്ര ദിവസമായി, ഇത്രയും ദിവസം എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പം എവിടെ പോയെന്ന് അറിയോ ഇല്ല, എന്നിട്ട് ഇവിടെ ആർക്കും ഒരു കുലുക്കവും ഇല്ല, പോലീസിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഹരിയങ്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ DGPനെ കണ്ട് പരാതി പറയാനായിരിക്കണേ, എത്രയും പെട്ടെന്ന് നന്ദനെ നമ്മൾ കണ്ടെത്തും, മോള് സമാധാനമായിട്ടിരിക്കും എന്ന് പറയുമ്പം രജനിയാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയതും ദേവിക പറയുന്നുണ്ട്, ചേച്ചി ഒന്നും മിണ്ടാതിരി, ഇവിടെ എല്ലാവരും നന്ദുവിനെ കാണാത്ത ടെൻഷനില്ല, അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാവരെയും വിഷമിപ്പിക്കില്ലേ, ഇപ്പം തന്നെ അച്ഛനാണെങ്കിൽ ആകെ വയ്യാതിരിക്കുക, അച്ഛനെ ഇനിയും വിഷമിപ്പിക്കില്ലേ ചേച്ചി. അന്നേരം രജനി പറയുന്നുണ്ട്, അപ്പം നിങ്ങൾക്കൊക്കെയാണോ വിഷമമുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും വിഷമമില്ലേ, അവിടെ അമ്മയാണെങ്കിൽ ആകെ കരഞ്ഞ് തളർന്നിരിക്കുവാന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ CPയോട് പറയുന്നുണ്ട്, CP എൻ്റെ ഋഷിമോൻ എന്തേ CP എന്ന് ചോദിക്കുമ്പം മേഡം ഞാൻ എന്ത് പറയാനാ, ഞാനവിടെ എയർപോർട്ടിൽ ഋഷിനെ ഇറക്കി വിട്ടതാ, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഋഷിയെ സൂക്ഷിക്കണമെന്ന്, എന്നിട്ടും താൻ എന്തിനാ എയർപോർട്ടിൽ ഇറക്കി വിട്ടിട്ടും കൂടി പോകുന്നത്, അവനകത്തേക്ക് കയറി പോയിട്ട് പോന്നാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പം മേഡം അവിടെ ആകെ ബ്ലോക്കായിരുന്നു, അതുകൊണ്ടാണ് എനിക്കങ്ങനെ അവിടെ ഇറക്കി വിടേണ്ട വന്നേ, ഇതുപോലെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മേഡം എന്ന് പറയുമ്പം ഇനി ഞാൻ എന്ത് ചെയ്യും, എന്തായാലും സത്യങ്ങളെല്ലാം ചന്ദ്രോത്തുള്ളവരോട് തുറന്നു പറയാം, നന്ദനെ കാണാനില്ലല്ലോ, നന്ദനെയും ഋഷീനെയും ഒരേ ആളുകളാണോ തട്ടിക്കൊണ്ടുപോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്നേരം ഇല്ല മേഡം, നന്ദനായിരിക്കും ചിലപ്പോൾ ഋഷിയെ കടത്തിക്കൊണ്ട് പോയേക്കണേ, നന്ദന് ഋഷിയോട് വിരോധം ഉണ്ടല്ലോ, ഋഷിയെ കൊന്നു പറഞ്ഞല്ലേ ഇസബെല്ലയും കെവിനും നന്ദനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഇവനിത് എന്തിനാ ഇസബെല്ലേനെയും കെവിനെയും കൂട്ടുപിടിച്ചത്, അവർ നന്ദൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു, എന്നിട്ടും അവർ നന്ദനെ ചതിച്ചു, അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും ഋഷിയെയും ചതിക്കുമെന്ന്. അന്നേരം
CP പറയുന്നുണ്ട് അത് ശരിയാ മേഡം, എന്തായാലും നന്ദനെ ചതിച്ചവർക്ക് ഋഷിയെ ചതിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ ഇസബല്ലയുടെ പാപ്പനുണ്ടല്ലോ DYSP കുരുവിള, അയാളും ഇതിന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ പ്ലാനിലാണോ കാര്യങ്ങൾ പോണേന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികനെയാണ്. ശാരിക ഈ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശാരികയുടെ ഫോണിലോട്ട് കെവിൻ വിളിക്കുന്നത്. കെവിൻ്റെ കോൾ കണ്ടതും ഇവനിപ്പോൾ എന്തിനാ എന്നെ വിളിക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ശാരിക ഫോൺ എടുത്തിട്ട് ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ച് എന്താ കെവിൻ ചേട്ടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ശാരി അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കെവിൻ ചേട്ടാ, നന്ദേട്ടനെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരമില്ല. അവിടെ പ്രഭയാൻ്റിയൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലും ബഹള, രജനി ചേച്ചി അതേ ദേവിക ചേച്ചിയും ഭയങ്കര സങ്കടത്തിലാണ്, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അല്ല ശരി, പോലീസ് അന്വേഷണമൊക്കെ എവിടം വരെ ആയി ചോദിക്കുമ്പം, പോലീസ് അന്വേഷണമൊന്നും മുന്നോട്ട് പോകണില്ല, ആ DYSP ഉഴപ്പിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അന്വേഷണം DGPക്ക് കൈമാറാനായിട്ട് ചേച്ചി മിനിസ്റ്റർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് കെവിൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ശരി പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചതെന്ന് ചോദിക്കുമ്പം, പെട്ടെന്നല്ലല്ലോ, എത്ര ദിവസമായി DYSPക്ക് പരാതി കൊടുത്തിട്ട് ഇതുവരെ നന്ദേട്ടനെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. നന്ദേട്ടൻ എവിടെയാണെന്നോ നന്ദേട്ടനെ ആരാ കൊണ്ടുപോയെന്നോ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് DGPക്ക് പരാതി കൊടുത്തേക്കണേന്ന്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, എന്നാൽ ശരി ശാരി, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങിയതും കെവിൻ ചേട്ടൻ എന്താ DGPക്ക് പരാതി കൊടുത്തെന്ന് കേട്ടപ്പം പെട്ടെന്ന് ഫോൺ വയ്ക്കണേന്ന് ചോദിച്ചതും, അല്ല ശാരി വേറൊരു കോൾ വരുന്നുണ്ട് അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് കെവിനാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കെവിൻ നേരെ വരുന്നത് ഇസബല്ലയുടെ അടുത്തേക്കാണ്. ഇസബല്ലയുടെ അടുത്ത് വന്നതും ഇസബല്ല കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുക, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയുമ്പം ഇസബല്ല ചോദിക്കുന്നുണ്ട്, എന്താടാ പറ്റിയേ, നീ എന്താ ഇത്ര പേടിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പം, അത് വേറൊന്നുമല്ല, ഇത്രയും ദിവസം കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് നിൻ്റെ പാപ്പനല്ലേ, പാപ്പനെ മാറ്റി വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കാൻ പറഞ്ഞ് ദേവിക മിനിസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, മിക്കവാറും DGP ആയിരിക്കും കേസ് അന്വേഷിക്കണേന്ന്. ആ സമയം ഇസബല്ല ചോദിക്കുന്നുണ്ട്, നിന്നോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അതൊക്കെ ഞാൻ അറിഞ്ഞു, ഇനിയിപ്പോൾ പറഞ്ഞ ആളെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്തായാലും നീ കുരുവിള സാറിനെ ഒന്ന് വിളിക്കുമെന്ന് പറയണം. അങ്ങനെ ഇസബല്ല ഫോണെടുത്ത് കുരുവിളയെ വിളിച്ചതും കുരുവിള ഫോൺ എടുത്തിട്ട് എന്താ ബെല്ലാന്ന് ചോദിക്കുമ്പം, നന്ദൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷണത്തിൽ നിന്നും പാപ്പനെ മാറ്റാൻ പോവാന്നൊരു ന്യൂസ് കേട്ടല്ലോ, നേരാണോ എന്ന് ചോദിക്കുമ്പം, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, എന്നോട് DGP ഇന്ന് ഓഫീസ് വരെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു, ഇപ്പം നിനക്കൊക്കെ സമാധാനമായില്ലേ, അപ്പോഴേ ആ അരുന്ധതി പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും ദേവികയോട് തുറന്നു പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കാമെന്ന്, അപ്പം നിനക്കല്ലായിരുന്നോ നിർബന്ധം, ദേവികയോടൊന്നും പറയരുത്, നന്ദനും ദേവികയും തമ്മിൽ അകന്നിട്ട് നന്ദനെ നിനക്ക് വിവാഹം കഴിക്കണമെന്ന്, ഇപ്പം എല്ലാം നടന്നില്ലേ, എന്തായാലും ഞാനൊന്ന് പോയി DGPനെ കണ്ടിട്ട് വരട്ടെന്നും പറഞ്ഞ് ഈ കുരുവിളയാണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. കുരുവിള ഫോൺ വെച്ച് കഴിഞ്ഞതും ഇസബല്ല കെവിനോട് പറയുന്നുണ്ട്, കെവിൻ നീ കേട്ടതൊക്കെ സത്യ, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുക, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പം, എനിക്കൊന്നും അറിയില്ല ബെല്ല, എന്തായാലും നന്ദനെയും കാണുന്നില്ല ഋഷീനെയും കാണുന്നില്ല, ഇനിയിപ്പോൾ ഋഷീനെ നന്ദനെങ്ങാനും ആയിരിക്കുമോ തട്ടിക്കൊണ്ടുപോയി എന്ന് ചോദിക്കുമ്പം, നീ എന്തൊക്കെയാണ് കെവിനി പറയണേ, നന്ദനെ തന്നെ കാണാനില്ലല്ലോ എന്ന് പറയുമ്പം, ഇനിയിപ്പോൾ നന്ദൻ പകരം വീട്ടാനായിട്ട് മറിഞ്ഞിരിക്കണേ ബെല്ല എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട്, എന്തായാലും ദേവിക CP സാറിനോട് പറഞ്ഞതല്ലേ പറഞ്ഞ് അരുന്ധതി മേഡത്തെ നന്ദൻ കൊല്ലൂന്നാണ് പറഞ്ഞേക്കണേന്ന്, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, ഋഷിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നന്ദൻ തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ, ഋഷീനെ കൊന്നെന്നും പറഞ്ഞ് നമ്മൾ നന്ദനെ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വിഷമിപ്പിക്കുകയും ചെയ്തല്ലോ, അതിന് പകരം വീട്ടണേ ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മളെ നന്ദൻ വെറുതെ വിടാൻ സാധ്യതയില്ല, ഋഷിയേക്കാളും കൂടുതലായിട്ട് നന്ദനെ അതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തത് ഞാനും നീയുമല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നന്ദനാണെങ്കിൽ ഇങ്ങനെ ആകെ അവശനായിട്ട് സ്റ്റൂളിൽ കെട്ടിയിട്ടിരിക്കണ പോലെ തന്നെ ഇരിക്കുകയാണ്. നന്ദന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ തലയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്ത് കൂടെയുള്ള ഗുണ്ടകൾ ആർക്കോ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, സാറേ ഈ കൊണ്ടുവന്നവനക്ക് ആകെ ബോധമില്ല, അവനക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, പനിയാണെന്ന് തോന്നുന്നു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പം, നിങ്ങൾ തൽക്കാലം അവനെ ഉപദ്രവിക്കുകയൊന്നും വേണ്ട, പനിയാണെങ്കിൽ പനിക്കുള്ള മരുന്ന് കൊടുക്കാൻ. അങ്ങനെ ഗുണ്ടകൾ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ എവിടെ നിന്നാണ് മരുന്ന് കൊടുക്കണേന്ന് ചോദിക്കുമ്പം വിളിച്ച ആൾ പറയുന്നുണ്ട്, എന്തായാലും മരുന്ന് ഞാനിപ്പോൾ ഒരാളുടെ കയ്യിൽ കൊടുത്തു വിടാം, പനിയും വേറെ എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പം, പനിയും നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ആളൊന്നും മിണ്ടണ പോലുമില്ല, കണ്ണും തുറക്കണില്ല, ഇങ്ങനെ മയങ്ങി ഇരിക്കുക എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഉപദ്രവിക്കുകയൊന്നും ചെയ്യരുത്, കുറച്ച് സമയം കഴിഞ്ഞാൽ മരുന്നുമായിട്ട് ആളെത്തും, ആൾ വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് അവന് കൊടുക്ക്, എന്നിട്ടും അവന് മാറ്റമൊന്നുമില്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി വിട്ടേക്കുന്നു. ഇതേസമയം നന്ദനാണെങ്കിൽ ബോധം തെളിയുമ്പോൾ ദേവി 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 എവിടെയാണെന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ആ സമയത്ത് ഒരു ഗുണ്ട പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരിക്കടാ, മനുഷ്യന് ഇവിടെ മനസ്സമാധാനം വേണമല്ലോ എന്ന് പറയുമ്പോൾ നന്ദൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടേക്കണേ, എന്നെ ഒന്ന് അഴിച്ചു വിട് പ്ലീസ്, ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ എൻ്റെ ദേവിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു പറയുമ്പോൾ അവൻ്റെ ഒരു ദേവി മിണ്ടാതിരിക്കടാന്നും പറഞ്ഞ് ആ ഗുണ്ട ഒച്ചെടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശാരികയാണെങ്കിൽ ഗിരീഷിനെ കാണാനായിട്ട് വരാണ്. ഗിരീഷിനെ കാണാനായിട്ട് ശാരിക വന്നതും ഗിരീഷൻ എന്താ ശാരി എന്ന് ചോദിക്കുമ്പോൾ ഗിരീഷേട്ട നന്ദേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശരി, ഒരു വിവരവും ഇല്ല, ഇനിയിപ്പോൾ ആരായിരിക്കുമോ നന്ദേട്ടനെ തട്ടിക്കൊണ്ട് പോയേക്കണേ, ആ അരുന്ധതിമയുടെ എങ്ങാനും ആയിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവരെങ്ങാനും ആവാൻ സാധ്യതയില്ല, അങ്ങനെയാണെങ്കിൽ അവർ നന്ദനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കേണ്ടതല്ലേ, ഋഷിയെ കൊന്നത് നന്ദനാന്നും പറഞ്ഞ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും അങ്ങനെ ഒരു നീക്കമൊന്നും ഉണ്ടായിട്ടില്ല. അന്നേരം ശാരിക പറയുന്നുണ്ട്, അതാ എനിക്കും മനസ്സിലാവാത്തത്, അവരുടെ മകനെ കൊന്നത് നന്ദേട്ടനാണ് ഹരിയങ്കൾ അവിടെ ചെന്ന് പറഞ്ഞതാ, എന്നിട്ടും അവരതിനും പിന്നാലെ കേസുമായിട്ട് പോയിട്ടില്ല, അതെന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതാർക്കും മനസ്സിലായിട്ടില്ല. എന്തായാലും ഹരിയങ്കൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ഇപ്പോൾ തൽക്കാലം നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല. ആ DYSP കുരുവിളയാണെങ്കിൽ കേസ് മനഃപൂർവ്വം ഉഴപ്പിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ദേവിക മിനിസ്റ്ററുടെ അടുത്ത് പറഞ്ഞ് കേസ് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടും ശാരിക പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി കേസ് വേറെ ആളെ ഏൽപ്പിച്ചത് നന്നായിന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ DYSP കുരുവിള DGPയുടെ ഓഫീസിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്നതും DGPനെ കണ്ടിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിയുമ്പോൾ DGP പറയുന്നുണ്ട് താനിരിക്കുന്നത്. അങ്ങനെ ആ കുരുവിള ഇരുന്ന് കഴിഞ്ഞതും നന്ദൻ്റെ കേസ് അന്വേഷണം എന്തായെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട് സാറിന്. അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, ഇതുവരെയും എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഉവ്വ സാർ, ആ പുരോഗതിയുടെ റിപ്പോർട്ട് ഞാൻ സാറിന് തരാമെന്ന് പറയുമ്പം എനിക്ക് റിപ്പോർട്ടൊന്നും വേണ്ട, എനിക്ക് ആളെ കിട്ടണമെന്ന് പറയണു. അത് കേട്ടതും കുരുവിളയാണെങ്കിൽ ആകെ വല്ലാണ്ടാവുന്നുണ്ട്. എന്നിട്ട് DGP ചോദിക്കുന്നുണ്ട്, താൻ എന്താ ആളെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ വല്ലാണ്ടായേക്കണേ, തനിക്ക് അന്വേഷണത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുമ്പം അതിനെക്കുറിച്ച് എന്ത് വിവരം കിട്ടിയേക്കണേന്ന് ചോദിക്കുന്ന സമയത്ത് നിലവിൽ ഒരു വിവരം കിട്ടിയിട്ടില്ല സാറെന്ന് പറയണം. ആ സമയത്ത് DGP പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇത്രയും ദിവസം അന്വേഷിച്ചിട്ടും ഒരു വിവരവും കിട്ടിയില്ലെങ്കിൽ ഇനി നിങ്ങൾ ആ കേസ് അന്വേഷിക്കണ്ട. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ തന്നെ അന്വേഷിച്ചത് തെളിയിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട, തനിക്ക് ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല, എന്തായാലും ഞാൻ ആ കേസ് നല്ല കഴിവുള്ള ഒരു ഓഫീസറെ ഏൽപ്പിച്ചു കഴിഞ്ഞു. അത് കേട്ടതും കുരുവിളയാണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.